നമസ്കാരം കൂടിയാണ്. ഞാൻ പീറ്റർ ചു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വില അതിഉഗ്രമായി കുതിച്ച് നിൽക്കുകയാണ്. കോഴിമുട്ട കേട്ടുകേൾവിയില്ലാത്ത വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ, അടുക്കളയിൽ എത്തണമെങ്കിൽ ഒരു വെള്ളമുട്ടയ്ക്ക് 7.50 പൈസയാണ് മിക്ക കടകളും ഈടാക്കുന്നത്. ഉത്തരേന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും കോഴിമുട്ടയ്ക്ക് വൻ ഡിമാൻഡ് കൂടിയതോടെയാണ് കേരളത്തിലും മുട്ട വില കുതിച്ചുയർന്നത്. ചില കടകളിൽ 8 മുതൽ 10 രൂപ വരെ ഈടാക്കുന്ന കടകളുമുണ്ട്. അങ്ങനെ വ്യാപകമായ പരാതിയുമുണ്ട് മുട്ടയുടെ വിൽപ്പനയിൽ. ഡിസംബർ, നവംബർ മാസങ്ങളിൽ സാധാരണ മുട്ടയ്ക്ക് വില കുറയാറുള്ളതാണ്. ഇപ്പോൾ കേക്ക് നിർമ്മാണത്തിലൂടെ ആയതോടുകൂടി മുട്ടയ്ക്ക് വൻ ഡിമാൻഡായി. അതിനുശേഷം വില കുറയുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മിക്ക ആൾക്കാരും. കേരളത്തിൽ മുട്ട എത്തുന്നത് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് മിക്കതും വരുന്നത്. പക്ഷിപ്പനിയെ തുടർന്ന് മുട്ടയുടെ കയറ്റുമതി കുറഞ്ഞതോടെ വിലയും കത്തിക്കയറുകയായിരുന്നു. നാമക്കല്ലിൽ 6.40 രൂപയാണ് മുട്ടയുടെ വില. കേരളത്തിലെത്തുമ്പോൾ 7 രൂപയാണ് അധികം വരുന്നത്. അവിടെ കയറ്റുമതിയും റോഡും മറ്റും തൊഴിലാളി കൂലിയും എല്ലാം കൂടെ കൂടുമ്പോൾ 7 രൂപയാവും. ക്രിസ്മസ്, ന്യൂ ഇയർ കഴിഞ്ഞതോടെ മുട്ട കിട്ടാനില്ലെന്നും പരാതി ഉണ്ട്. മാർച്ച് ആദ്യത്തോടുകൂടി മുട്ട വില കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക ആൾക്കാരും. വില കൂടിയാലും കോഴിമുട്ടയ്ക്ക് വൻ ഡിമാൻഡാണ് ഇപ്പോഴും. കാരണം കോഴിമുട്ട ദിവസേന ഒരെണ്ണമെങ്കിലും കഴിക്കണമെന്ന് മിക്ക ഡോക്ടർമാരും വളരെ ഉപദേശിക്കാറുണ്ട്, മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക്. പ്രോട്ടീൻ്റെ കലവറയായ മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ലെന്നാണ് മിക്കവരും പറയുന്നത്. എന്നാൽ കൊഴുപ്പിനെ കൺട്രോൾ ചെയ്യുവാൻ അമിതമായി കഴിക്കുന്നതും ആപത്താണ്. സ്മാർട്ട് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അതായത് കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും 40 മുതൽ 80% വരെ സബ്സിഡി കിട്ടുന്ന സ്കീമാണ്. കാർഷിക ഉപകരണങ്ങളും വിളവെടുപ്പിന് ശേഷമുള്ള മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകുകയാണ് പദ്ധതി വഴി ചെയ്യുന്നത്. അപേക്ഷകർ ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിലവിലെ വർഷത്തെ കരമടച്ച റസീപ്റ്റ് അല്ലെങ്കിൽ പാട്ടക്കരാർ, ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജ് എന്നിവ രജിസ്ട്രേഷൻ സമയത്ത് ഹാജരാക്കണം. നിരവധി മെഷീൻസുകൾ നമുക്ക് സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാം. നമ്മുടെ കൃഷി സമ്പത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. മിക്ക കർഷകരും ആവശ്യപ്പെടുന്ന കാർഷിക യന്ത്രങ്ങൾ സൗജന്യമായി കൊടുക്കണമെന്നാണ് മിക്ക കർഷകരുടെയും ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള ആവശ്യങ്ങൾ. നമുക്കും കൃഷി ചെയ്യാം. ദിവസം 1 മണിക്കൂർ, അരമണിക്കൂർ അല്ലെങ്കിൽ കൃഷി നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് നമ്മൾ പച്ചക്കറിയായാലും മറ്റ് കൃഷി ഐറ്റങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.